ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദ സിയാസി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ തനി നാടൻ കേരള സ്റ്റൈലിലൊരു പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് നാടൻ സ്റ്റൈലിലെ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഏത്തപ്പഴമാണ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ മൈദപ്പൊടി, 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അപ്പക്കാരം എന്ന് പറയും, അപ്പസോഡ. പിന്നെ ഇത് ഏലക്കായയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് കേട്ടോ. ഇത് ഉപ്പ്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ അരിപ്പൊടിയും കൂട്ടുന്നതാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെറും മൈദപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായി നമുക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ഇട്ടെടുക്കാം. നല്ല തിക്കാവണം കേട്ടോ. തിക്കായാലും നമ്മുടെ പഴംപൊരി നന്നായിട്ട്. പക്ഷേ ഇതിലൊരു എന്താ പറയുക, അരിപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പഴംപൊരി സൂപ്പറായിട്ട് കിട്ടും. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദപ്പൊടി വെച്ച് മാത്രം ചെയ്യുകയാണ്. ഏകദേശം ഒരു 1.5 കപ്പ് പൊടി ഉണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഹോട്ടലിലൊക്കെ ഇതിലേക്ക് ഫുഡ് കളറൊക്കെ ചേർക്കാറ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ പഞ്ചസാരയും ഏലക്കായയും പൊടിച്ചതാണ്. ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിട്ടിട്ട് മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ അപ്പസോഡയാണ്. അപ്പസോഡ കുറച്ച് മതി, ഓവർ വേണ്ട. ഓവർ ഇട്ടാൽ ഇത് കളറ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം ഒഴിച്ച് കുഴക്കട്ട. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം, അധികം ഓവർ വെള്ളം ഒഴിക്കണ്ട. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇതിലേക്ക് അരിപ്പൊടി ചേർക്കണം. അരിപ്പൊടി ചേർത്താലേ നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മൈദപ്പൊടി മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം നമുക്കിനി പഴം ഇതിലോട്ടിട്ട് പൊരിക്കാം. അപ്പം നമുക്ക് പഴം പൊരിക്കാനുള്ള ചട്ടി ഫ്രൈ പാന് ഗ്യാസിന് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓണാക്കാം. അപ്പം ഇനി ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പഴംപൊരി നല്ല എണ്ണ വേണം. അപ്പം നമ്മുടെ എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായാൽ നമുക്കിത് പഴംപൊരി ഓരോന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഇറക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നിടാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ പഴംപൊരി ഒരു സൈഡ്. അപ്പം
അപ്പം നമുക്കിതൊരു സൈഡായിട്ടുണ്ട്, ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ല മറിച്ച് അപ്പം നമ്മുടെ പഴംപൊരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴംപൊരി തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റിൽ നല്ല പഴംപൊരി. ഇതിലേക്ക് ഇനി നിങ്ങളടുത്ത് അരിപ്പൊടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് അരിപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ. ഇത് ഒന്നുകൂടെ ക്രിസ്പിനെസ് ഉണ്ടാകും. ഇതിപ്പോൾ ക്രിസ്പിനെസ് ഉണ്ട്, പക്ഷെ ഒന്നുകൂടി നല്ലതിൽ അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോസുമായിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.